നമസ്കാരം. വിചാർ ക്രാന്തി ദർശനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിന്തകൾ അത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് അല്ലേ? അതായത് അവ വെറും വാക്കുകളോ അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന കുറേ ആശയങ്ങളോ മാത്രമല്ല. അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തിയാണത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയ്ക്കും ഒരു യഥാർത്ഥ ഭൗതിക രൂപമുണ്ടെങ്കിലോ? നമ്മൾ അനുഭവിക്കുന്ന ഓരോ സന്തോഷത്തിനും ഓരോ വിഷമത്തിനും ഈ പ്രപഞ്ചത്തിൽ ഒരു തരംഗം തന്നെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതെങ്ങനെയിരിക്കും? അങ്ങനെയെങ്കിൽ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ആകെ മാറിപ്പോവില്ലേ? അപ്പോൾ ഇതാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്ന പ്രധാന ചോദ്യം. ഇതൊക്കെ വെറുമൊരു ആത്മീയ രഹസ്യം മാത്രമാണോ, അതോ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന ഭൗതിക നിയമം ഇതിന് പിന്നിലുണ്ടോ? ശരി, നമുക്ക് ഒരുമിച്ച് ചിന്തയുടെ ഈ ശാസ്ത്രീയവും ആത്മീയവുമായ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ തത്വത്തിലേക്ക് കടക്കാം. ഇതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ ആശയത്തെ ഇതിൻ്റെ സ്രോതസ്സിൽ ഒരു ഡയമണ്ട് സൂത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണെന്നല്ലേ? ചിന്ത നമ്മൾ കരുതുന്നതുപോലെ അദൃശ്യമായ ഒന്നല്ല എന്നതാണ് ആ തത്വം. ശരിക്കും ഇതൊരു ഞെട്ടിക്കുന്ന ആശയമാണ് അല്ലേ? നമ്മുടെ ചിന്തകൾക്ക് ഭൗതികമായൊരു നിലനിൽപ്പുണ്ട്. അവയെ ശാസ്ത്രീയമായി അളക്കാനും നിരീക്ഷിക്കാനും പോലും സാധിക്കുമെന്നാണ് ഈ സൂത്രം പറയുന്നത്. അതായത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഓരോ ചിന്തയും ഈ പ്രപഞ്ചത്തിൽ ഒരു യഥാർത്ഥ വസ്തുവിനെപ്പോലെ നിലനിൽക്കുന്നുണ്ട്. ഓക്കേ, അപ്പോൾ ചിന്ത ഒരു പദാർത്ഥമാണെങ്കിൽ സ്വാഭാവികമായും അതിനൊരു ശക്തി വേണ്ടേ? തീർച്ചയായുമുണ്ട്. അവിടെയാണ് ആകർഷണ നിയമം ദ ലോ ഓഫ് അട്രാക്ഷൻ കടന്നുവരുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അതേപോലെയുള്ള മറ്റു ഊർജ്ജങ്ങളെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാനൊരു കഴിവുണ്ട്. ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. നമ്മുടെ തലച്ചോറ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണെന്ന് സങ്കല്പിക്കുക. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ ചിന്താ തരംഗവും പ്രപഞ്ചത്തിൽ അലഞ്ഞു നടക്കുന്ന അതേ ഫ്രീക്വൻസിയിലുള്ള മറ്റു തരംഗങ്ങളെ കണ്ടെത്തി നേരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു. അത്രയുള്ളൂ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് ശരിക്കും ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാണ് പുറത്തേക്ക് വിടുന്നതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ആകർഷിക്കുന്നതും പോസിറ്റീവ് ഊർജ്ജവും നല്ല സാഹചര്യങ്ങളുമായിരിക്കും. ഇനി ചിന്തകൾ നെഗറ്റീവാണെങ്കിലോ ഫലവും നേരെ തിരിച്ചായിരിക്കാം. ഓക്കെ, അപ്പോൾ ചിന്തകൾക്ക് സ്വന്തമായി ഒരു ശക്തിയുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അവയ്ക്ക് മറ്റു ഊർജ്ജങ്ങളെ ആകർഷിക്കാനും കഴിയും. പക്ഷേ ഈ ചിന്തകൾക്ക് ഇന്ധനം നൽകുന്ന ഒരു സംഗതിയുണ്ട്. അവയുടെ ശക്തിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം. അതെന്തായിരിക്കും? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ചിന്തകൾക്ക് അതിന്റെ യഥാർത്ഥ പവർ കൊടുക്കുന്ന ആത്യന്തികമായ ഒരു ഊർജ്ജ സ്രോതസ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ഇത് വളരെ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടല്ലേ? നമ്മുടെ ചിന്തകളെ ശരിക്കും സൂപ്പർ ചാർജ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് വിശ്വാസം. ഒരു ചിന്തയിൽ നമ്മൾ എത്രത്തോളം ആഴത്തിൽ തീവ്രമായി വിശ്വസിക്കുന്നുവോ അത്രത്തോളം ഭയങ്കരമായിരിക്കും അതിന്റെ ആകർഷണശക്തി. ശരി, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കിയാലോ? കാരണം ഇത് വെറുമൊരു തിയറിയല്ല, ഇത് നമ്മുടെ റിയാലിറ്റി, നമ്മുടെ യാഥാർത്ഥ്യം തന്നെ മാറ്റിയെഴുതാനുള്ള ഒരു വഴികാട്ടിയാണ്. അപ്പോൾ ഈ 3 തത്വങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചിന്തകൾ വെറും ചിന്തകളല്ല, അതൊരു ഊർജ്ജമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമതായി, ആകർഷണ നിയമം ഉപയോഗിച്ച് നല്ല പോസിറ്റീവ് ചിന്തകൾ മാത്രം ബോധപൂർവം തിരഞ്ഞെടുക്കുക. എന്നിട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ ചിന്തകളെ നിങ്ങളുടെ ഉറച്ച വിശ്വാസം കൊണ്ട് പവർഫുള്ളാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് തന്നെ പടുത്തുയർത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആഴത്തിലുള്ള ഈ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ മാനവീയ വിദ്യുത് കെ ചമത്കാർ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്ന ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തമാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ പവർ സ്രോതസ്സാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ഏത് യാഥാർത്ഥ്യമാണ് നിർമ്മിച്ചെടുക്കാൻ പോകുന്നത്? തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്.